സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വോട്ടർ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കുമ്പോൾ തിരിച്ചറിയൽ വിവരങ്ങൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പാക്കുന്നതാണ്. പരിശോധന പൂർത്തിയാക്കി വോട്ടർ അടുത്ത പോളിംഗ് ഓഫീസറെ സമീപിക്കുമ്പോൾ വിരലിൽ മഷി പുരട്ടുന്നതാണ്. തുടർന്ന് രജിസ്റ്ററിൽ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് കഴിയുമ്പോൾ വോട്ടർക്ക് സ്ലിപ്പ് നൽകും. സ്ലിപ്പ് വോട്ടിംഗ് യന്ത്രത്തിന്റെ ചുമതലയുള്ള പോളിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതാണ്. ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ യന്ത്രം സജ്ജമാക്കി നൽകുന്നതാണ്. ബാലറ്റ് ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ യൂണിറ്റിലെ ചുവന്ന BC ലൈറ്റും ബാലറ്റ് യൂണിറ്റിലെ പച്ച റെഡി ലൈറ്റും പ്രകാശിക്കുന്നതാണ്. വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വോട്ട് രേഖപ്പെടുത്താനായി സജ്ജീകരിച്ച 3 ബാലറ്റ് യൂണിറ്റിലെയും പച്ച റെഡി ലൈറ്റ് പ്രകാശിച്ചു നിൽക്കുന്നതാണ്. വോട്ട് രേഖപ്പെടുത്തൽ: 1. ത്രിതല പഞ്ചായത്തിൽ ഓരോ വോട്ടറും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് ഓരോ വോട്ട് വീതം മൊത്തം 3 വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. 2. ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബാലറ്റ് യൂണിറ്റിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമുള്ള വെള്ള നിറത്തിലുള്ള ബാലറ്റ് ലേബൽ ഉണ്ടായിരിക്കുന്നതാണ്. വോട്ടർ താൻ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബട്ടൺ അമർത്തേണ്ടതാണ്. ബട്ടൺ അമർത്തുമ്പോൾ ഒരു ബീപ്പ് ശബ്ദം കേൾക്കുകയും സ്ഥാനാർത്ഥിയുടെ ബട്ടണിന് നേരെയുള്ള ലൈറ്റ് തെളിയുകയും ചെയ്യുന്നതാണ്. ഇത് വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കുന്നു. മറ്റ് 2 തലങ്ങളിലേക്കുമുള്ള വോട്ടുകളും മുകളിൽ പറഞ്ഞ രീതിയിൽ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ബാലറ്റ് ലേബലുകൾ പിങ്ക് നിറത്തിലുള്ളതും ജില്ലാ പഞ്ചായത്തിനുള്ളത് നീല നിറത്തിലുള്ളതുമാണ്. 3 തലങ്ങളിലേക്കുമുള്ള വോട്ട് രേഖപ്പെടുത്തൽ ശരിയായ രീതിയിൽ പൂർത്തിയാക്കുമ്പോൾ ഒരു നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കുന്നതാണ്. 1 or 2 തലങ്ങളിലേക്ക് വോട്ട് ചെയ്യാതെ ഒഴിവാക്കാൻ വോട്ടർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവസാനത്തെ ബാലറ്റ് യൂണിറ്റിലെ ചുവന്ന എൻഡ് ബട്ടൺ അമർത്തി വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ്. എൻഡ് ബട്ടൺ അമർത്തുമ്പോൾ പ്രക്രിയ പൂർത്തിയായതായി സൂചിപ്പിച്ചുകൊണ്ട് ഒരു നീണ്ട ബീപ്പ് ശബ്ദം ഉണ്ടാകുന്നതാണ്. 1 or 2 തലങ്ങളിലെ വോട്ട് ഒഴിവാക്കി വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ മാത്രമേ എൻഡ് ബട്ടൺ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 3 തട്ടുകളിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല. വോട്ടർ എൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു തട്ടിലേക്കും വോട്ട് രേഖപ്പെടുത്താൻ കഴിയുകയില്ല. 2 ബട്ടണുകൾ ഒരേ സമയം അമർത്തിയാൽ ഒരു വോട്ടേ രേഖപ്പെടുത്തുകയുള്ളൂ. ഒരു ബട്ടൺ ഒന്നിലധികം തവണ അമർത്തിയാലും ഒരു വോട്ടേ രേഖപ്പെടുത്തുകയുള്ളൂ. വോട്ടിംഗ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. അവർ വോട്ടറെ സഹായിക്കുവാൻ ബാധ്യസ്ഥരാണ്.